ഹലോ, എസ് എസ് സിയുടെ എക്സാം കാലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ദിവസം മുമ്പ് എസ് എസ് സി ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ റിവൈസ് ചെയ്ത എക്സാം കാലണ്ടർ പബ്ലിഷ് ചെയ്യുമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇപ്പോൾ വളരെ കുറച്ച് സമയങ്ങളെ ആയുള്ളൂ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഈ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ എക്സാം കലണ്ടറാണ്, 2025-26 വർഷത്തെ എക്സാം കലണ്ടറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. എസ് എസ് സി സി ജി എൽ എക്സാം എന്നത്തേക്ക് മാറ്റി, അതുപോലെ സി എച്ച് എസ് എൽ എന്നാണ്, എക്സാംസ് ഏതൊക്കെ സമയത്താണ്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ബോക്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ ഇതിനകത്ത് നമുക്കറിയേണ്ട മെയിൻ എക്സാംസ്, സെലക്ഷൻ പോസ്റ്റ് എക്സാം ഫേസ് 13 എന്നാണ് നടക്കേണ്ടത്. അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2/6/2025 2/6/2025. അതായത് ജൂൺ 2 മുതൽ ജൂൺ മാസം തന്നെ 23 തീയതി വരെയാണ് ആപ്ലിക്കേഷൻ ഉള്ളത്. ജൂൺ 2 മുതൽ ജൂൺ 23 വരെ. എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 4 വരെയുള്ള സമയങ്ങളാണ്. സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13 പരീക്ഷയുടെ ഇൻഫർമേഷൻ. പിന്നീട് തൊട്ട് താഴെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി 2025 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന, അതും ജൂൺ മാസത്തിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ പരീക്ഷകൾ എക്സ്പെക്ട് ചെയ്തത് ചെറിയ രീതിയിൽ കുറച്ച് നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റും അതുപോലെ തന്നെ എക്സാം ഡേറ്റും ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ആയി എന്ന് മാത്രമുള്ള വ്യത്യാസമാണ് കാണുന്നത്. അപ്പോൾ സ്റ്റെനോഗ്രാഫർ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 11 വരെയുള്ള സമയങ്ങളിലായിട്ടാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി. ഇനിയും അതുപോലെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ നോട്ടിഫിക്കേഷൻ 5/6/2025. അതിനുശേഷം നമ്മളെല്ലാവരും നോക്കിയിരുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം 2025 CGL എന്ന് നടക്കും എന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് അധികം ഡിലേ ഇല്ല. അടുത്ത മാസം 9 തീയതി തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ജൂൺ 9 മുതൽ ജൂലൈ 4 വരെയുള്ള ഡേറ്റ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പരീക്ഷ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 30 വരെ. അപ്പോൾ ഓഗസ്റ്റിലാണ്. നമ്മൾ ജൂൺ ജൂലൈയിൽ എക്സ്പെക്ട് ചെയ്തിരുന്ന പരീക്ഷ ജസ്റ്റ് ഓഗസ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയി എന്നൊരു വ്യത്യാസം മാത്രം, ചെറിയൊരു ടൈം ഡ്യൂറേഷൻ അങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ CGL പരീക്ഷയെ സംബന്ധിച്ച്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. കുറേ പേര് എക്സാം പാറ്റേണിൽ മാറ്റമുണ്ടോ, SSC CGL എക്സാം പാറ്റേൺ മാറ്റമുണ്ടോ, ടയർ 3 ടയർ 4 എന്ന രീതിയിലേക്ക് മാറുമോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യലി ഇൻഫർമേഷൻ വരാതെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ SSCയുടെ മറ്റു പരീക്ഷകളുടെ എക്സാം പാറ്റേണിനെ പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഒഫീഷ്യലി അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തോട്ടെ. പിന്നീട് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ CAPFന്റെ ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ എക്സാം നോട്ടിഫിക്കേഷൻ വരാനുള്ള, അതും ജൂൺ മാസം തന്നെയാണ്. അപ്പോൾ ജൂൺ മാസം നോട്ടിഫിക്കേഷന്റെ ഒരു സമയം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ജൂണിൽ തന്നെ വീണ്ടും നോട്ടിഫിക്കേഷനുകൾ വരുന്നുണ്ട്. അതായത് വീണ്ടും നോക്കിയാൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ജൂൺ 23 വരുന്നു. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS ആൻഡ് ഹവൽദാർ 2020, അതും ജൂൺ 26 തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുപോലെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ, ഇത്രയും പരീക്ഷകൾ ജൂണിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര നോട്ടിഫിക്കേഷൻസ് ആണ് ജൂണിൽ വരുന്നത് നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും കോമൺ ആയിട്ട് സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്, അതുപോലെ സ്റ്റെനോഗ്രാഫർ ഉണ്ട്, അതുപോലെ എല്ലാവർക്കും നോക്കുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയുണ്ട്, പിന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് CAPF ഉണ്ട് 4, അതുപോലെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ഉണ്ട് 5, ഇനിയും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്. ഇത്രയും പരീക്ഷകൾ. അപ്പോൾ ജൂൺ മാസം നോട്ടിഫിക്കേഷന്റെ ഒരു സമയം തന്നെയാണ്. ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ജൂണിൽ നടക്കുന്നത്. ഇനി പരീക്ഷകൾ നടക്കുന്ന ഏത് മാസമാണെന്നും കൂടെ നമുക്ക് നോക്കാം. സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് സെപ്റ്റംബറിലാണ്. CGL നമ്മൾ പറഞ്ഞല്ലോ ഓഗസ്റ്റിലാണ് CGL നടക്കാൻ പോകുന്നത്. അതുപോലെ CAPF ആൻഡ് ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ സെപ്റ്റംബറിലാണ്, ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയും സെപ്റ്റംബർ മാസം തന്നെയാണ്. CHSLും സെപ്റ്റംബറിൽ തന്നെയാണ്. അതുപോലെ MTSന്റെ പരീക്ഷ സെപ്റ്റംബർ ടു ഒക്ടോബർ, സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ വരെയാണ് ടയർ 1 പരീക്ഷ നടക്കാൻ പോകുന്നത്. പിന്നീട് ജൂനിയർ എഞ്ചിനീയറിന്റെ പരീക്ഷ ഒക്ടോബർ 27 മുതൽ 31 വരെ. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് തൊട്ട് മുമ്പിലായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് ഇതുപോലെ ഇത്രയും നമ്പേഴ്സ്. അതുപോലെ കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ ഇൻ ഡൽഹി പോലീസ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ്. 2025 ജൂൺ കഴിഞ്ഞ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. എക്സാം നവംബർ ഡിസംബറിലായിരിക്കും. പിന്നീടുള്ളത് ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ് മിനിസ്റ്റീരിയൽ നോട്ടിഫിക്കേഷൻ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുപോലെ എക്സാം നവംബർ ഡിസംബറിലാണ്. പിന്നീട് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ ടെലിപ്രിന്റർ, അതിന്റെ നോട്ടിഫിക്കേഷൻ ജൂലൈ സെപ്റ്റംബർ, എക്സാം നവംബർ ഡിസംബർ. ഇനി കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസിൽ കോൺസ്റ്റബിൾ ഗ്രേഡ് ആണ്
അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ളത് ജൂലൈ ടു സെപ്റ്റംബർ ആണ്. ജൂലൈ ടു സെപ്റ്റംബറിലും എക്സാം നവംബർ ഡിസംബറിലായിരിക്കും. പിന്നീട് ഗ്രേഡ് സി സ്റ്റെനോഗ്രാഫർ, അത് ഡിപ്പാർട്ട്മെന്റൽ എക്സാം ആണ്. അതിനുശേഷം ഉള്ളത് കോൺസ്റ്റബിൾ ജി ഡി എക്സാം ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, CAPF, NIA തുടങ്ങിയ SSC GD എന്നാണെന്നുള്ള ചോദ്യം നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അത് എപ്പോഴും നോട്ടിഫിക്കേഷന് ഈ എക്സാം ഡിലേ ആകുമെന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്നുണ്ടായിരുന്നു വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒക്ടോബർ നവംബർ സമയങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരികയും ജനുവരി ഫെബ്രുവരി സമയങ്ങളിൽ എക്സാം കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം SSC GD എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുക. കാരണം ഇനി ഒരു 6 മാസത്തിനടുത്തേ നിങ്ങളുടെ മുമ്പിൽ സമയമുള്ളൂ. സോ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ജനുവരി ഫെബ്രുവരി മാസമാണ്. അതുപോലെ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ഒരു ഇപ്പോൾ വന്ന ഒരു കലണ്ടറിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക, ജൂൺ മുതൽ എക്സാം നോട്ടിഫിക്കേഷൻ്റെ ഒരു ചാകര തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എക്സാം കലണ്ടറിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഒന്ന് ഡിലേ ആയി. എക്സാം ഒന്ന് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം, മാക്സിമം ഒരു 2 മാസം വരെ വരുന്നൊരു ടൈം പീരീഡ് ഡിലേ ആയെങ്കിലും അവർ അവസാനത്തെ എക്സാംസ് കുറേയും കൂടെ ഓർഡർലി നടത്തി ലാസ്റ്റ് വരുമ്പോഴത്തേന് ടൈം പീരീഡിനുള്ളിൽ തന്നെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് പുതിയ ടൈം ടേബിൾ വന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. കൃത്യമായിട്ടും എക്സാം എന്ന് നടക്കും, എക്സാം ഒരുപാട് ഡിലേ ആവുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നവർക്ക് പഠിക്കാനുള്ള ഒരു ഊർജ്ജം ആവട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.